വെൽക്കം ബാക്ക് ടു കുട്ടി വ്ളോഗ്സ് ബൈ ചന്തു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് അമ്പലത്തിൽ പോയി. വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലാണ് പോയത്. തിരിച്ചു വരുമ്പോൾ ഈ ഒരു ചെടി നിങ്ങൾക്കറിയാം ഇതെന്താന്ന്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോകാം. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും വാജിക്കറിയും പിന്നെ ചായയായിരുന്നു കേട്ടോ. ഉപ്പുമുളകും കണ്ടുകൊണ്ട് കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് പണിയെടുക്കാൻ പോകാനുള്ള വ്യാജേന ഇറങ്ങിയിട്ടുണ്ട്. ഞാനല്ല കേട്ടോ, അമ്മയ്ക്ക് ഈ കൈക്കോട്ട് കൊണ്ടുകൊടുത്താണ്. അമ്മ വിടുന്നത് ഉള്ള കാട് മൊത്തം വെട്ടി തിളക്കുന്നുണ്ട്. തിളയ്ക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം ആ പണിയും നോക്കി ഇങ്ങനെ ഇരുന്നു. പിന്നെ കാന്താരി മുളക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ നട്ടു വളർത്തിയൊന്നുമല്ല, അച്ഛൻ നട്ടു വളർത്തിയതാണ്. എന്നാലും നമുക്ക് മുളക് പറിക്കാമല്ലോ. അപ്പോൾ അതേ കുറേ പ്രഹസനമൊക്കെ ആയി മുളക് പറിക്കാൻ പോയിട്ടുണ്ട്. മുളക് അത്ര കുറേയൊന്നും ഇല്ലായിരുന്നു, എന്നാലും കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ കാന്താരി മുളക് നല്ല ഇതാണല്ലോ, ഞാൻ ചോറിൻ്റെ കൂടെ കൂട്ടിക്കൊഴിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും മുളകാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നേരം പേപ്പർ വായിക്കാൻ വിചാരിച്ചു. ലോക വിവരമൊക്കെ വേണമല്ലോ. അങ്ങനെ കുറച്ചേരം പേപ്പറൊക്കെ വായിച്ച് പിന്നെയും ചായ പിടിച്ചു. അച്ഛനും അമ്മയൊക്കെ എന്തൊക്കെയോ പണിയെടുത്തിട്ട് തളർന്നു വന്നിരിക്കുകയാണ്. ഞാൻ അത് നോക്കി ഞാനും തളർന്നു. അങ്ങനെ ഞാനും വന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ അമ്മയ്ക്കൊരു ചലഞ്ച് കൊടുത്തു, പഴം 2 ബൈറ്റിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് പറ്റിയില്ല. പിന്നെയും അമ്മയും അച്ഛനും ഇതേ പണിയെടുക്കാൻ പോയിട്ടുണ്ട്. അത് നോക്കി ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താല്ലേ, കോൺട്രാക്ടർ വേണമല്ലോ. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ പോയി. സൗണ്ട് ഇല്ല കേട്ടോ. ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഞാൻ എന്താ ചെയ്തേ, പിന്നെ ഉപ്പേരി ഇളക്കൽ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞ് പുറത്തൊക്കെ പോയി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ചുമ്മാ കണ്ണാടി കണ്ട അപ്പം എനിക്ക് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോയി, തുടയ്ക്കാൻ പോയി. വീട് മൊത്തം അടിച്ച് വാരി തുടച്ച് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പോൾ നല്ല മഴ വരുന്നുണ്ടായിരുന്നു. മഴ മാത്രമല്ല, നല്ല കാറ്റും അടിക്കുന്നുണ്ടായിരുന്നു, കൊടുങ്കാറ്റ് പോലെ. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ മഴയൊക്കെ വന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. കുറേ നേരം ഉറങ്ങിപ്പോയി. 3 മണിക്ക് അങ്ങനെ കിടന്നിട്ട് 5 മണിക്കാണ് എണീറ്റത്. ഇനി രാത്രി എന്താക്കുന്നുള്ളൊരു വിഷമത്തിലാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. രാത്രിയിൽ ഉറക്കം വരില്ല, അല്ലെങ്കിൽ തന്നെ രാത്രി ഉറക്കം വരില്ല. ഇപ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ട് പിന്നെയും രാത്രി ഉറക്കം വരില്ല. ആ ഒരു വിഷമത്തിലിരിക്കുകയാണ് ഞാൻ. അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം വരാതെ പോയിരുന്നു. അവിടെ നിന്നും ഉറക്കത്തിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഉറക്കപ്പിച്ചിലാണ് ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് രാത്രി ഫുഡൊക്കെ കഴിച്ച് ഈ ഒരു സിട്രസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഒട്ടും പഠിച്ചിട്ടില്ല. പിന്നെ വൈകിട്ട് കുറേ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, മറന്നുപോയി. പിന്നെ കുറച്ച് നേരം പഠിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താ പറയുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. കൂടുതൽ പ്രഹസനമായിരിക്കും. പഠിച്ചൊക്കെ കഴിഞ്ഞു, ഇനിയൊന്നുമില്ല, ഉറങ്ങാൻ കിടക്കാം. ഉറക്കൊന്നും വരില്ലെങ്കിലും കിടക്കണമല്ലോ, രാത്രിയായാലേ അല്ലേ. അപ്പം നിങ്ങളുടെ സൺഡേ എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ സൺഡേ എല്ലാ സൺഡേയും പോലെ തന്നെ ചുമ്മാ ഇരിക്കൽ തന്നെയാണ് കേട്ടോ. ഇങ്ങനെയൊന്നും പോയപ്പോരാ, രക്ഷപ്പെടണം. അപ്പം ശരി, ഗുഡ് നൈറ്റ് ഇന്നലത്തെ. അപ്പോൾ ബൈ. പുതിയ വീഡിയോയിലേക്ക് വീണ്ടും കാണാം. ബൈ.